ജോർജ്, ഒരു അപ്രതീക്ഷിത മുന്നേറ്റമാണ് UDF ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിരിക്കുന്നത്. LDFിൻ്റെ പതിവ് അല്ലെങ്കിൽ ആ കേന്ദ്രങ്ങളൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കാണാൻ കഴിയും. ഏറ്റവും ഉദ്വേഗജനകമായ ഒരു ഫലം ഇനി വരാനിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. അവിടെ NDA ആദ്യമായി ഇനി കോർപ്പറേഷൻ ഭരണം പിടിക്കുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ലീഡ് നില വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒറ്റയ്ക്ക് തന്നെ ഭൂരിപക്ഷം ലഭിക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ഇനി വ്യക്തമായ ഒരു ഭൂരിപക്ഷം ലഭിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ BJP മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ UDFും LDFും യോജിക്കുമോ എന്നതും നാം കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. NDA സംബന്ധിച്ചിടത്തോളം NDAക്കും ഈ തവണ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ഫലം അനുസരിച്ച് പാലക്കാട് നഗരസഭ അവർക്ക് ലീഡുണ്ട്. അതുപോലെ തന്നെ തൃപ്പൂണിത്തുറ നഗരസഭ ആദ്യമായി NDA ഭരിക്കാൻ പോകുന്നു എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. ഏകദേശം എന്തായാലും UDFിനാണ് ഇതൊരു വലിയ ആഹ്ലാദം നൽകുന്നത്. എല്ലാ മേഖലകളും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിലും കോർപ്പറേഷനുകളും വലിയ ഒരു മുൻതൂക്കം ലഭിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ തവണ ഒരു കോർപ്പറേഷനാണ് ഉണ്ടായിരുന്നത്. UDF കേന്ദ്രങ്ങൾ പ്രതീക്ഷിച്ചത് കണ്ണൂർ നിലനിർത്തുകയും തൃശ്ശൂരും കൊച്ചിയും തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കൊല്ലം അപ്രതീക്ഷിതമായി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ UDF അക്കൗണ്ടിലേക്ക് വരാൻ പോകുന്നു എന്നതാണ് കാണിക്കുന്നത്. UDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നഷ്ടമായ അവരുടെ ആ പഴയ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗ വോട്ടുകൾ UDFിലേക്ക് എത്തുന്നു എന്നതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാകുന്നത്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ മേഖലകളിലെ ക്രൈസ്തവ വോട്ടുകൾ UDFിന് അനുകൂലമായി മാറുന്നു എന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രത്യേകത നിറഞ്ഞത് ഈ തൃശ്ശൂരിലെ ഫലമാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF 3ാം സ്ഥാനത്തേക്ക് പോയ ഒരു പ്രദേശമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂരിൽ ആകെയുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളും LDFിനായിരുന്നു. അവിടെയാണ് UDF തിരിച്ചു വന്നിരിക്കുന്നത്, അത് വലിയൊരു മെജോറിറ്റിയിൽ. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത്, ഈ ഒരു മധ്യ കേരളത്തിലെ ഫലം തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിൽ നിന്ന് അകന്നുപോയ ക്രൈസ്തവ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് പതിയെ വരുന്ന ഒരു കാഴ്ചയാണ് നൽകുന്നത്. അത് UDFിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കുമ്പോൾ തൃശ്ശൂർ ജില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടിയിൽ മാത്രമാണ് ഏകദേശം 1000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞത്. ബാക്കി എല്ലാ സീറ്റും 13ൽ 12 സീറ്റും തൃശ്ശൂരിൽ നഷ്ടപ്പെട്ടിരുന്നു UDFിന്. അതുപോലെ ഇടുക്കി ജില്ല UDFിന് ആകെ തൊടുപുഴ ഉണ്ടായിരുന്നുള്ളൂ. പത്തനംതിട്ട 5 നിയമസഭാ സീറ്റുകൾ ഉണ്ടായിരുന്നു, ആ 5 നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കോട്ടയം LDFിനായിരുന്നു മുൻകൈ. അപ്പോൾ ഈ മധ്യ കേരളം പതുക്കെ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂർ പതുക്കെ UDFിനോട് അടുക്കുന്നു എന്നത് കാണേണ്ടതാണ്. കഴിഞ്ഞ ഈ 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDFിന് വലിയൊരു മേൽക്കൈ നേടാൻ കഴിഞ്ഞിരുന്നു. അത് ആദ്യം നടന്നത് തൃക്കാക്കരയാണ്, പിന്നീട് പുതുപ്പള്ളിയിൽ കണ്ടു, പിന്നീട് പാലക്കാട് കണ്ടു, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണ്ടു. ഇതെല്ലാം ഈ നിയമസഭകളിലൊക്കെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കഴിഞ്ഞ തവണ വിജയിച്ചതിനേക്കാൾ 4ഉം 5ഉം ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ മാർജിനിലാണ് UDF ഇപ്പോൾ വിജയിച്ച സീറ്റുകളും അവർ മുന്നിട്ട് നിൽക്കുന്നതും. അതിൽ LDFിന് ഒരു അപ്രമാദിത്യം ഇപ്പോഴും ഉള്ളത് ഇപ്പോഴത്തെ ഒരു ഫലം വെച്ച് നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തുകളാണ്. ജില്ലാ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 2020 UDFിന് 2 ജില്ലാ പഞ്ചായത്തായിരുന്നു ഉണ്ടായിരുന്നത്. അത് എറണാകുളവും മലപ്പുറവുമായിരുന്നു. വയനാട്ടിലാകട്ടെ ജില്ലാ പഞ്ചായത്തിൽ തുല്യമായിരുന്നു. LDFിനും തുല്യ സീറ്റ്, UDFിനും തുല്യ സീറ്റ്. അവിടെ നറുക്കെടുപ്പിലൂടെയാണ് UDFിന് ഭരണം ലഭിച്ചത്. ഇപ്പോഴത്തെ ഒരു ഫലം വെച്ച് നോക്കുമ്പോൾ UDF 6 ജില്ലാ പഞ്ചായത്തിൽ വ്യക്തമായ ഒരു മുൻതൂക്കം നേടിയിരിക്കുന്നു. LDFിനാകട്ടെ ജില്ലാ പഞ്ചായത്തിൽ മാത്രമാണ് 8 മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നു. മുനിസിപ്പാലിറ്റിയിൽ വലിയൊരു വലിയ മുന്നേറ്റമാണ് UDF നടത്തിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും UDF അപ്രതീക്ഷിതമായ ഒരു മുന്നേറ്റം നടത്തിയിരിക്കുന്നു. ഈ ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എപ്പോഴും LDF ആയിരുന്നു മുന്നിൽ നിന്നത്. അതിൽ നിന്നെല്ലാം പതിവിൽ നിന്ന് വ്യത്യസ്തമായി UDF ഈ തവണ ഗ്രാമപഞ്ചായത്തുകളിലും 941 ഗ്രാമപഞ്ചായത്തുകൾ ഏകദേശം അവർ 400 അടുത്ത് നേടുന്നു. ഇത് ഏതായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന UDFിന് വലിയ ഒരു ആത്മവിശ്വാസം നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. LDFിൻ്റെ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽക്കുന്ന ഒരു കാഴ്ച ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായി പിണറായി വിജയൻ സർക്കാർ ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 1000 രൂപ മാസം നൽകുന്ന പദ്ധതി, അതോടൊപ്പം തന്നെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്ന പ്രഖ്യാപനം, അങ്ങനെ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളൊക്കെ അവർ നടത്തിക്കൊണ്ടായിരുന്നു ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ നേരിട്ടത്.
ഇട്ടത്. അപ്പോൾ ഈ അനുകൂലമാകും എന്ന്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറഞ്ഞത് LDFന് ചരിത്ര വിജയം നേടുമെന്ന് പറഞ്ഞത് ഈ ഒരു പ്രഖ്യാപനങ്ങളെല്ലാം കണ്ടുകൊണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം ജനങ്ങളിലേക്ക് എത്തിയില്ല, അല്ലെങ്കിൽ വോട്ടർമാരിലേക്ക് എത്തിയില്ല എന്ന ഒരു സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ട ഒരു കാഴ്ച, കണ്ണൂർ എന്ന് പറയുന്നത് CPMന്റെ കോട്ടയായിരുന്ന കണ്ണൂർ പോലും ജില്ലാ പഞ്ചായത്തിൽ UDF ഒരു അട്ടിമറി വിജയത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച കാണുന്നു. അപ്പോൾ അത് CPMനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ വലിയ ക്ഷീണമാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മുമ്പായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഔട്ട്ഡേറ്റഡ് മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന്. അതൊരു ശരിവെക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഫലം എന്ന് പറയുന്നത്. ഇതൊരു ഭരണവിരുദ്ധ വികാരത്തോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു വോട്ടായിട്ട് നമുക്ക് കാണേണ്ടതായിട്ട് വരും. ഈ ഒരു ബൈ ഇലക്ഷൻ മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലവും ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ഒക്കെ തന്നെ ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിധിയെഴുത്തായി നാം കാണേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഏകാധിപത്യ പ്രവണത, ഒരു സ്വേച്ഛാധിപത്യമായ പ്രവർത്തനങ്ങൾ, അതിൽ CPMൽ പോലും അസംതൃപ്തർ വളരെയധികമുണ്ട്. ആ CPMനെ സ്നേഹിക്കുന്ന ആളുകൾ, ശരിക്കും പറഞ്ഞാൽ നല്ല CPM കേഡർമാർ, CPMന്റെ നല്ല കേഡർമാരൊക്കെ തന്നെ അസംതൃപ്തരാണ്. വളരെ ഈ ഭരണത്തോട് തന്നെ വളരെ ഒരു എതിർപ്പുണ്ടായിരുന്നു. അതെല്ലാമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്ന് കാണേണ്ടതായിട്ടുണ്ട്. പ്രതിപക്ഷം തന്നെ പറഞ്ഞിരുന്നു, ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന CPM പ്രവർത്തകർ ഈ തവണ UDFനായിരിക്കും വോട്ട് ചെയ്യുക എന്നത്. തീർച്ചയായിട്ടും പ്രതിപക്ഷം പറയുന്ന ആ 100 സീറ്റ് എന്ന് പറയുന്ന മാജിക് നമ്പർ, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുമായി UDF അധികാരത്തിൽ വരും എന്ന ആ ഒരു പ്രഖ്യാപനത്തെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. UDFന് ഏറെ ഒരു നിരാശ പടരുന്നതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു ഫലം എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ 10 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി UDF വലിയ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ അവിടെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. നാം കാണേണ്ട ഒരു കാഴ്ച, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവപൂർണമായിട്ടാണ് UDF കണ്ടത് എന്നതാണ്. കാരണം അവരൊരു നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നത്. അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്ന നിലയിൽ ഒരു വർഷം മുമ്പ് തന്നെ ഈ കോർപ്പറേഷൻ്റെ ഒരു പ്രചരണം നേതാക്കൾക്കൊക്കെ നൽകുന്ന ഒരു കാഴ്ചയുണ്ടായി. കൊച്ചിയിലാകട്ടെ പ്രതിപക്ഷ നേതാവ് VD സതീശന്, കണ്ണൂരാകട്ടെ K സുധാകരന്, തിരുവനന്തപുരമാകട്ടെ K മുരളീധരന്, കൊല്ലമാകട്ടെ VS ശിവകുമാറിന്, അങ്ങനെ ഓരോരുത്തർക്കും ചുമതല നൽകുകയും ഗ്രാമപഞ്ചായത്തിൻ്റെ ചുമതല ഓരോരോ നേതാക്കൾക്ക് നൽകുകയും മുനിസിപ്പാലിറ്റികളുടെ ചുമതല നൽകി അങ്ങനെ ഒരു വലിയൊരു മുന്നൊരുക്കം UDF നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ തവണ പതിവിൽ നിന്ന് വ്യത്യസ്തമായി UDF വാർഡുകളിൽ തന്നെ അവിടെ ഒരു അംഗീകാരമുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ UDFന് കഴിഞ്ഞിരുന്നു. മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നില്ല. നേതാക്കൾ പരസ്പരം സീറ്റുകൾ പങ്കിടുകയും അവിടെ ഓരോ നേതാക്കൾ തീരുമാനിക്കുകയും ചെയ്യും, സ്ഥാനാർത്ഥികളെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് നേതാക്കൾ നിർദ്ദേശിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി UDF ആ വാർഡുകളിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനും കഴിയുന്നത്ര തർക്കങ്ങൾ ഒഴിവാക്കാനും അതോടൊപ്പം തന്നെ റിബൽ സ്ഥാനാർത്ഥികളെ പിന്തിരിപ്പിക്കാനും ഒക്കെ ഒരു വലിയ ശ്രമം UDF നേതാക്കൾ നടത്തിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ തവണ കൊച്ചി നോക്കൂ, കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞാണ് V4 കൊച്ചി എന്ന് പറയുന്ന സംഘടന 54ഓളം സീറ്റുകളിലാണ് അവിടെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചത്. കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെടാൻ ഇടയാക്കിയതും V4 കൊച്ചിയുടെ ഒരു സാന്നിധ്യമായിരുന്നു. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ V4 കൊച്ചിയുമായി സംസാരിക്കുകയും അവരുടെ നേതാക്കളെ കണ്ട് സംസാരിക്കുകയും ഈ തവണ സ്ഥാനാർത്ഥികളെ നിർത്തരുത് എന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഈ തവണ V4 കൊച്ചി അവിടെ മത്സരരംഗത്ത് മാറി. കഴിഞ്ഞ തവണ V4 കൊച്ചി പല ഡിവിഷനുകളിലും 150 വരെ വോട്ടുകൾ നേടിയിരുന്നു. പക്ഷേ കോർപ്പറേഷനിലെ ഓരോ വാർഡും UDFന് കോർപ്പറേഷനിലെ ഒരു വാർഡ് കഴിഞ്ഞ തവണ കൊച്ചിയിൽ നഷ്ടപ്പെട്ടത് 6 വോട്ടുകൾക്കാണ്. മറ്റൊരു സീറ്റ് നഷ്ടപ്പെട്ടത് 9 വോട്ടുകൾക്കാണ്. മറ്റൊരു സീറ്റ് നഷ്ടപ്പെട്ടത് 19 വോട്ടുകൾക്കാണ്. വേറൊരു സീറ്റ് നഷ്ടപ്പെട്ടത് 27 വോട്ടിനാണ്. അപ്പോൾ അവിടെയായിരുന്നു ഈ V4 കൊച്ചി പോലുള്ള സംഘടനകളുടെ ഒരു പ്രസക്തി ഉണ്ടായത്. പക്ഷേ അതൊക്കെ മുന്നിൽ കണ്ട് ഓരോ സീറ്റ് നിർണായകമാണ് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയൊക്കെ പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് UDF നേതാക്കൾ കിണഞ്ഞു ശ്രമിച്ചു. ആ ഒരു മുന്നൊരുക്കം UDFന് ഗുണമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം LDFന് എതിരാണ് എന്നത് നാം കാണേണ്ട ഒരു കാഴ്ചയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ രംഗത്തിറക്കിക്കൊണ്ട് ആ ഭരണവിരുദ്ധ വികാരങ്ങളെയും അതോടൊപ്പം തന്നെ ഈ ജനകീയ പദ്ധതികൾ പ്രഖ്യാപനമൊക്കെ നടത്തിക്കൊണ്ട് ആ ഭരണവിരുദ്ധ വികാരത്തെ കുറയ്ക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ UDF LDF കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം അസ്ഥാനത്താകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. UDFനെ സംബന്ധിച്ചോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഒരു സൂചന, ഒരു ഫലമാണ് നൽകിയിരിക്കുന്നത്.